രാത്രി വല്ല കഴിക്കാൻ മടിയാണോ? 3 നേരം ഭക്ഷണം കഴിക്കാൻ മറക്കുന്നുണ്ടോ? സ്നാക്സ്, ബിസ്ക്കറ്റ്, റസ്ക്, ചിപ്സ്, കപ്പലണ്ടി മിഠായി, എള്ളുണ്ട, ഐസ്ക്രീം, കേക്ക്സ്. ഇതിന് നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സമയം കരുതാറുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് തോന്നും, നമ്മൾ കഴിക്കും, നമ്മുടെ ഇഷ്ടം. പിന്നെ എന്തുകൊണ്ട് രാത്രി പല്ലിക്കാൻ മറക്കുന്നു? ഇതേപോലത്തെ ചോദ്യം ഇടയ്ക്ക് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഈ മനുഷ്യനല്ല, ശരിക്കുള്ള മനുഷ്യന്മാർ. രാവിലെ നമ്മൾ എന്തിനാ ബ്രഷ് ചെയ്യുന്നത്? രാവിലെ എന്തിനാ പല്ലിക്കുന്നത്? ബേസിക്കലി വായനാറ്റൊക്കെ മാറാൻ, ആൾക്കാരായിട്ട് സംസാരിക്കാൻ, നമുക്കൊന്ന് ആക്റ്റീവ് ആവാൻ, അല്ലേ, ഫ്രഷനപ്പ് ആവാൻ. യെസ്, എക്സാക്ട്ലി. നോട്ട് ലൈക്ക് ദീസ് 3. ബട്ട് there are still more importance to why you have to brush twice a day. And do you know for how much time or time duration അറിയോ? So it's always 2 minutes for your brushing, both in the morning and at night. So ഞാൻ പറയാൻ വന്നത്, why do you have to brush twice daily? മറക്കാറുണ്ട്, മറവി ഹ്യൂമൻസിന് പറഞ്ഞിട്ടുള്ളതാ, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ രാത്രി എന്തിനു പല്ലിക്കണം? വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ വായനാറ്റം ഒബ്വിയസ്ലി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. രണ്ടാമത്തെ റീസൺ, ഹാവ് യു ഹേർഡ് അബൌട്ട് കാൽക്കുലസ് ആൻഡ് ഡെപ്പോസിറ്റ്സ്? നമ്മുടെ പല്ലിന്റെ ഉൾഭാഗങ്ങളിൽ അല്ലെങ്കിൽ മേളിൽ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ ഡെപ്പോസിറ്റ്സ് അധികം നാൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ലൈക്ക് പെട്ടെന്ന് കൂടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് തേർഡ് വൺ, നമ്മുടെ പല്ലിനെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ഒരു കേടോ കാര്യങ്ങളോ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ദാറ്റ്സ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് യുവർ ഇനാമൽ. എസ്പെഷ്യലി ഇനാമൽ മാത്രമല്ല, നമ്മൾ ബ്രഷ് ചെയ്യുന്നതിലൂടെ യു ആർ ആക്ച്വലി മസാജിങ് യുവർ ഗംസ്. ഓക്കെ, നമ്മുടെ നാവ് വൃത്തിയാവുന്നു, നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസ് ബെറ്റർ ആവുന്നു. നിങ്ങളുടെ വായിൽ വരുന്ന തുപ്പലും കാര്യങ്ങളൊക്കെ അതിന്റെ ആക്ടിവിറ്റീസ് കറക്റ്റ് ആയിട്ട് നടത്തണമെങ്കിൽ ഡെഫിനറ്റ്ലി യു നീഡ് ടു ബ്രഷ് യുവർ ടീത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് നൈറ്റ്, ആൻഡ് യു ഷുഡ് മെയിൻറ്റെയിൻ യുവർ ഓറൽ ഹൈജീൻ. ബ്രഷിംഗ് മാത്രമല്ല, ബ്രഷിംഗ് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ബേസിക്കലി ബ്രഷ് ചെയ്യുന്നത് നമ്മൾ ചിരിക്കുമ്പോൾ കാണുന്ന ഭാഗങ്ങൾ, നമ്മൾ കാണുന്ന ഇനാമൽ സർഫേസസ് ഒക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ് വോണ്ട് ബി ക്രിസ്റ്റൽ ക്ലിയർ, ഒബ്വിയസ്ലി 1% ബാക്കി ഉണ്ടാവും, ബട്ട് സ്റ്റിൽ ടു മേക്ക് ഇറ്റ് ക്ലീൻ. Something even after or even beyond brushing, you have to do flossing. It's called flossing. There are 2 types of flossing. That's dental flossing and water flossing. So dental floss and water floss. Dental floss എന്ന് പറയുന്നത് basically നമുക്കൊരു ത്രെഡ് പോലത്തെ ഒരു സാധനമാണ്. It's waxed up and it is used to clear up the in between parts of the teeth. നമുക്ക് രണ്ട് പല്ലിന്റെ കോൺടാക്ട് ഏരിയാസിൽ ക്ലീൻ ചെയ്യാനാണ് നമ്മൾ ഫ്ലോസിംഗ് ഉപയോഗിക്കുന്നത്. സമയമില്ലാത്തവർക്ക് വാട്ടർ ഫ്ലോസിംഗ് ഉപയോഗിക്കണം. എക്സ്പെഷ്യലി ക്യാപ്പ് ഒക്കെ ഇട്ടവർ, ക്യാപ്പ് നമ്മൾ റൂട്ട് കനാൽ കഴിഞ്ഞിട്ട് ക്യാപ്സ് ഇടുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ബ്രിഡ്ജ് വെക്കുന്നവർക്ക്, ഇംപ്ലാന്റ് വെക്കുന്നവർക്ക്, ഇവർക്കൊക്കെ കുറച്ചുകൂടി ഈസി വാട്ടർ ഫ്ലോസിംഗ് ആണ് ആൻഡ് മച്ച് മോർ എഫിഷ്യന്റ് ക്ലീനിങ് ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് രണ്ട് പല്ലിന്റെ ഇടയ്ക്ക് നമുക്ക് ഫുഡ് ഡെപ്പോസിറ്റ്സ് ഉണ്ടാവാതിരിക്കാനും വായനാറ്റം ഉണ്ടാവാതിരിക്കാനും നമ്മൾ ചെയ്ത ട്രീറ്റ്മെന്റിൽ ഫെയിലിയർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാട്ടർ ഫ്ലോസിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെന്റൽ ഫ്ലോസിംഗ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. യു ഹാവ് ടു ബ്രഷ് ഇൻ ദ മോർണിംഗ് ആസ് വെൽ ആസ് അറ്റ് നൈറ്റ്. സോ ഞാൻ പറയാൻ വന്നത്, an apple a day keeps the doctor away. So brushing twice keeps your visit to the dentist a bit slow. Yeah. Makai no sora de pika pika, chibi yaku made mo kokoro wa pura, warate